ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിതാ കൂട്ടായി പോവാണ്. പിന്നെ തിരൂര് പോകണം. അസ്മിക്ക് മദ്രസ് തുറക്കുകയാണ്. അപ്പം അതിന് സാധനങ്ങൾ വാങ്ങണോ? ഇതാ അസ്മിയുണ്ട്, റിനിമോളും ഉണ്ട്. ഞങ്ങൾ പിന്നെ അർഷുവിനെ കാത്തിക്കുകയാണ്. അർഷു വരാമെന്ന് പറഞ്ഞിരിക്കണേ. ആ കാണുന്ന കുട്ടീനെ കണ്ട അതിൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വിരുന്നേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചുളിവിൽ വല്ലൊന്ന് മുങ്ങാൻ വിചാരിച്ച്. എല്ലാവരും പോണില്ല, ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ പറയടാ. ബൈ ബൈ. ആയി എന്നതാ ഞങ്ങൾ ഇറങ്ങിയിരിക്കണ്. അർഷം മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ 2:30 വരാമെന്ന് പറഞ്ഞ ആള് 3:30 ആയിട്ടോ. അപ്പോൾ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. അസ്മി അതാ ഓടണ്. ഓടണ്ട പിന്നെ വീഴും. അങ്ങനെ ഞങ്ങളിതാ കൂട്ടായിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 4:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടാണ്. അങ്ങനെ വണ്ടിക്ക് പാസ് എടുക്കണം. 50 രൂപയുണ്ട് അവിടെ പാസ് വന്നിട്ടുള്ളത്. അങ്ങനെ പാസ്സൊക്കെ എടുത്തു. ഞങ്ങൾ അതിൻ്റെ ഗോബൗണ്ടിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. റിനിയോ ഓനെന്താ അങ്ങനെ നോക്കണേ? പൊട്ടെന്നോ. പടിഞ്ഞാറേക്കര ടൂറിസ്റ്റ് ബീച്ച്. പ്രവേശന സമയം 9 മണി മുതൽ രാത്രി 8 മണി വരെ അല്ലേ. ഇതിലേതുണ്ട്, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൊടുത്തിട്ട്. ഇപ്പോൾ ഞങ്ങൾ മെയിൻ കവാടം കടന്നു. ഞങ്ങൾ ബീച്ചിലേക്ക് ഇപ്പോൾ തന്നെ പോകില്ല. ആദ്യം കുട്ടീനെറ്റ് കളിച്ചിട്ടൊക്കെ ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ച്. ഓ, പാർക്ക് നോക്കട്ടെ. സന്തോഷമായ അസ്മിനെ ഇനി പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ആ ചെരുപ്പൊക്കെ ഞാൻ പിടിച്ചോണ്ട്. ഓ, ഭയങ്കര വേദാറ്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ വാവക്കും അസ്മിക്കും ടിക്കറ്റ് എടുത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിലെല്ലാവരും കയറട്ടെ. 50 രൂപ കൊടുത്താൽ ഇതിലെല്ലാവരും കയറാമെന്നാണ് അവർ പറഞ്ഞത്. ഒരു റൈഡ് 2, 3, 4, 5, 6 റൈഡ്. 6 റൈഡ് 50 രൂപ. കുഴപ്പമൊന്നുമില്ല, എത്ര സമയം വേണമെങ്കിലും കയറാമല്ലോ. ടൈമൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, ലാഭമാണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യും. കയറിക്കോട്ടോ. അസ്മിനോട് പറയാൻ വേണ്ടി കാത്തിക്കാണ്. ദേ ഓൻ അവിടെ എത്തിയിട്ടാ. വാവയൊന്നും കാത്തിക്കില്ല. വാവ അതാ കയറുന്നുണ്ട്. ടാറ്റ. പിന്നെ ഇതാ ഈ റൈഡ്, ഇത് എന്താണ്, ഹെലികോപ്റ്റർ, പിന്നെ ഇതെന്താ കാറ്, പിന്നെ ഒരു തീവണ്ടി. ഈ റൈഡിനൊക്കെ എക്സ്ട്രാ പൈസ പേ ചെയ്യണം തോന്നുന്നു കേട്ടോ. ഇതൊന്നും ഓപ്പണിംഗ് അല്ല, അപ്പോൾ പ്രവർത്തിക്കണില്ല. എന്താണെന്നറിയില്ല. ആ പറയടോ, അതിൽ തുറന്നിട്ടില്ല പൊന്നോ. അത് തുറന്ന് അപ്പോൾ ഒരു 2 റൈഡ് കഴിഞ്ഞ് ഇതാ 3ാമത്തെ റൈഡിലേക്ക് കടക്കുകയാണ്. ഇതിലൊന്നും അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഈവനിങ് ആവുന്നതിനനുസരിച്ച് തിരക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതാ 4ാമത്തെ റൈഡായ ഇതിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് ഇത്തിരി എന്താ പറയുക, കഷ്ടപ്പാടാണ്. ഇതിങ്ങനെ ഇതുമായി ചവിട്ടി കയറലാണ്. അത് ഇവർക്കൊക്കെ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കയറും കെട്ടിയിട്ടുണ്ട് അവർ. ഒരു കുട്ടികളെ കഷ്ടപ്പെട്ട് കയറുന്നു കേട്ടോ. ഇതാ നമ്മളപ്പുറത്ത് ട്രെയിൻ വർക്കിംഗ് ആവുന്നുണ്ട്. ആരും കയറിയിട്ടൊന്നുമില്ല, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. അസ്മിയ
അസ്മി ഇതാ ഗൈസ് അതിൻ്റെ ഇടയിൽ കയറി ഇതാ പോണ് പറയാം ഇത്ര ഗൗരവം. അപ്പോൾ ഇതാ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഈ പോപ്കോണിൻ്റെ കട. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ച്. അപ്പോൾ അതാ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വർക്കിംഗ് അല്ലായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള് തുടങ്ങിയിരിക്കണം, ഓപ്പൺ ആയിക്കണം കേട്ടോ. 2 കുട്ടികളവിടെ കളിക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താണ് എന്താ പറയുന്നതിന് പഞ്ഞിമിഠായി അതാണ് കേട്ടോ വേണമെന്ന് പറഞ്ഞു. അസ്മിക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വാവക്ക് അതന്നെ വാങ്ങി കൊടുത്തിട്ടോ. അപ്പോൾ ഇവിടെ അലങ്കരിച്ച് ലൈറ്റ് ചെറുതായിട്ട് അറ്റം വരെ ലൈറ്റ് ഇട്ട് അവർ ഡിസൈൻ ചെയ്തു. അതാ വരുന്നേ. ഇപ്പോൾ ബീച്ചിലത്തെ കറങ്ങൽ കഴിഞ്ഞ് അല്ല ഞങ്ങൾ പാർക്കിലത്തെ കറങ്ങൽ കഴിഞ്ഞപ്പോൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി വെക്കുകയാണ്. വാ നടന്നവിടെ. ഒരുപാട് ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇത് ഫുഡ് മേള എന്തൊക്കെയുണ്ടല്ലോ ഇവിടെ. ഫാൻസി ഏതെടുത്താലും 20 രൂപ. സൺസെറ്റ് കടലിൻ്റെ ടവറായി നടക്കടേ. അസ്മിയേ ഇതാ അവിടെ തീ. അപ്പോൾ ഗൈസ് ഇതാ അവർ കടലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ജാസ്മിനെ മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പതക്കം നനയും. അതിനതാ ഗൈസ് അസ്മിയും ആവിയും കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അസ്മിനെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ധൈര്യമില്ല, ഞാൻ ഇറങ്ങുന്നില്ല. ഇതെന്തോ കടലിലേക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇറങ്ങാറുണ്ട്, ഞാനിപ്പോൾ ഇറങ്ങണില്ല. അപ്പോൾ അസ്മിനെ ഇറങ്ങി അല്ല അർജുനെ ഇറക്കി. അർഷാകുമ്പോൾ പിന്നെ തുണി മടക്കി നിൽക്കണം. ഞാനിപ്പോൾ പാൻ്റ് എടുത്തിക്കണം, അവന് ശരിയാവില്ല. പിന്നെ അതാ സൺസെറ്റ് ഇങ്ങനെ താന്ന് വരുന്ന ഒരു അപൂർവ കാഴ്ചയും കാണാൻ പറ്റും. സന്തോഷമല്ലേ. തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം തിരക്കായി വരും. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അരമണിക്കൂർ ഞങ്ങൾ ബീച്ചിൽ നിന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇനി ടൗണിലേക്ക് പോകണം, നമ്മുടെ തിരൂർക്ക് പോകണം. അപ്പോൾ അസ്മി കിടന്നിട്ടും നിന്നിട്ടൊക്കെ കളിക്കണം കേട്ടോ. പിന്നെ വാവ എന്താ അറിയില്ല, വല്ലാണ്ട് കളിക്കാൻ നിന്നില്ല, എന്തുകൊണ്ടാണ് അറിയില്ല കേട്ടോ. അതിന് ഞങ്ങൾ ഡ്രസ്സൊക്കെ പിന്നെ ഇനി മാറ്റണം, അവനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. വാങ്ങ അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കൽ കഴിഞ്ഞ്. അപ്പോൾ അത് അതിൻ്റെ അടുത്തുള്ള ഒരു കട തന്നെ കേട്ടോ. അപ്പോൾ ഈ കടയിൽ നിന്ന് ഉപ്പിലിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് മൂത്ത താത്ത പറഞ്ഞിരുന്നു. അപ്പോൾ അതായിട്ടില്ല, എന്ന് ഇട്ടിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. മാങ്ങൊക്കെ അലിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവിടുന്ന് വാങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കട ഇപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഷോ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ലൈറ്റുകൾ ഇങ്ങനെ ചില ലൈറ്റൊക്കെ കത്തി വരുന്നുണ്ട്. അതിന് ഞങ്ങൾ വിചാരിച്ച് ബ്രെഡ് ഓംലേറ്റ് വാങ്ങാം. അപ്പോൾ അതൊന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോന്ന് വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ളതിൽ വേണ്ട കേട്ടോ കുരുമുളക്. അപ്പോൾ കടൽക്കാറ്റും കടലിൽ നിന്നുള്ള ആ ഒരു തിരമാലിൻ്റെ സൗണ്ടും ഒക്കെപ്പാടും കേട്ടിട്ട് ഞങ്ങൾ നല്ലൊരു ഈവനിങ് ഇവിടെ ചിലവഴിക്കാൻ പറ്റി. ഞങ്ങളിതാ ബ്രെഡ് ഓംലേറ്റ് വന്നിട്ടുണ്ട്. അർഷുവിനുള്ളതിന് കുരുമുളക് ഇട്ട്, ഞങ്ങൾക്കുള്ളതിൽ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അസ്മിക്ക് ഫ്രൂട്ടി വേണമെന്ന് തന്നെ അത് വാങ്ങിക്കൊടുത്ത്. അങ്ങനെതാ അസ്മി ചൂടാന്ന് പറഞ്ഞിട്ട് അർഷന് വാങ്ങി കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേറെ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ പോകുമ്പോൾ ഞങ്ങൾ പൈനാപ്പിളും വാങ്ങി ഉപ്പിലിട്ട് വാങ്ങിയിട്ടാണ്. ഇനി ഇത് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ വിചാരിച്ച്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 6 മണിയൊക്കെ ആയിട്ടാണ്.
പിന്നെ പാർക്കിൻ്റെ അവസ്ഥ കണ്ട കൂട്ടായി പാർക്കും ബീച്ചിലൊക്കെ ഇത്രയും ആളുകളില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് തോന്നുന്നു ചൂടുകൊണ്ടാണ് തോന്നുന്നു ആളുകൾ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത്. അപ്പോൾ ശൂന്യമാണ് എന്തായാലും അവസ്ഥ. പിന്നെ ഇനി ബീച്ചിൻ്റെ അവിടെ ആൾക്കാരുണ്ട്, പക്ഷെ പാർക്കിലാണ് ആൾ കുറവ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അസ്മിക്ക് ഇനിയും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇനി കൂടുതൽ കഴിച്ചാൽ എന്തായാലും പനിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് തന്നെ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് തിരൂർക്ക് പോകണം. അപ്പോൾ അതാ ഞങ്ങൾ വണ്ടി തിരിക്കാൻ വേണ്ടി പോകാൻ നേരത്താണ് 2 ടൂറിസ്റ്റ് ബസ് വന്നിട്ട് മലപ്പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫുള്ള് ലേഡീസാണ് കേട്ടോ. ഞാൻ ജെൻസിനെ ആരും കണ്ടില്ല. അങ്ങനെ എന്താ പറയുക, വണ്ടിൻ്റെ അവിടേക്ക് എത്തി തുടങ്ങിയിരിക്കണ്. ഇനി ഞങ്ങൾക്ക് എന്താണ് തിരൂർക്കൊന്ന് പോകണം. അങ്ങനെ ഇതാ 6:40 ആയപ്പോഴേക്കിന് ഞങ്ങൾ തിരൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് തെരുവിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങാനുള്ള മർഹബ എന്ന് പറഞ്ഞ കടയില്ലേ, അങ്ങനെ ആ കടൻ്റെ മുന്നിലായിട്ടാണ് നേരെ ഓപ്പോസിറ്റ് അല്ല, അതിന് ജസ്റ്റ് ഇരുത്തായിട്ടാണ് ഈ കട ഉള്ളത്. അപ്പോൾ ഈ കടയിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ അതേ ആ എംബ്ലം എന്താണ് പള്ളിൻ്റെ എംബ്ലമുള്ള ബാഗ് മതി എന്ന് പറഞ്ഞ ആസ്മി. അപ്പോൾ പിന്നെ അതന്നെ വാങ്ങിയിട്ടാണ്. പിന്നെ അർഷു വണ്ടി എന്താ പറയുക സൈഡാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് കണ്ടപ്പോൾ അതന്നെ മതി എന്ന് തന്നെ പിന്നെ അത് വാങ്ങി. അപ്പോൾ പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്തുകൊണ്ട് എങ്കിലും നോക്കുകയാണ്, അവിടെ നിന്ന് തന്നെ നോക്കി വെച്ചിട്ടാണ്. ഇനി വീട്ടിൽ പോയിട്ട് നോക്കണ്ടല്ലോ വെച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അല്ല എൻ്റെ ഉമ്മാക്ക് നൈറ്റ് വാങ്ങണം എന്നാണ്. നൈറ്റല്ല മാക്സി, ബനിയൻ ക്ലോത്തിൻ്റെ മാക്സി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ പോയതായിട്ട് മറ്റേ നമ്മളെ എന്താണ് CP ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകണ്ട. സ്റ്റാഫൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? കൈ ചെവിയിലെക്കണ വേണ്ട, മാമ കൊണ്ടാ പറഞ്ഞിട്ട് 100 രൂപ. അപ്പോൾ 2-3 കടയിൽ കയറി ഉമ്മാക്കൊരു ബനിയൻ ക്ലോത്തിൻ്റെ മാക്സിക്ക്, പക്ഷേ ഫുൾ കൈയില്ല, മുക്കാൽ കയ്യിലേനും കിട്ടണ്ടേ, പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മളുടെ സ്ഥിരം കടയായ മർഹബേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കൈയുള്ളതുണ്ട് കേട്ടോ, അവനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ ഇടയിൽ അസ്മിക്ക് തൊപ്പി വേണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം വെള്ള തൊപ്പിയാണ് നോക്കിയത്. അപ്പോൾ അർഷുവിന് പറ്റിയില്ല. അർഷു പറഞ്ഞ് വെള്ള വേണ്ട, ബ്ലാക്ക് മതി. അപ്പോൾ എനിക്ക് വൈറ്റാണ് ഇഷ്ടമായത്, പക്ഷേ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുട്ടിക്ക് ഏതായാലും വേണ്ടില്ല, ഓനങ്ങനെ ഉണ്ടാതൊക്കെ അല്ലേ. അതിന് പിന്നെ അതാ ബ്ലാക്ക് എടുത്തു. അപ്പോൾ അത് ഇഷ്ടമായി അസ്മിക്ക് കേട്ടോ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, ബ്ലാക്ക് ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, അർഷർ നിന്ന് തല്ലൂടേണ്ടത് പറഞ്ഞിട്ട് ഒരു എന്താണ് കരിമീലും വാങ്ങിയിട്ടാണ്. പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 7:00 ആയിട്ടാണ്. ഇനി വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ചീത്തയേക്ക്, അപ്പോൾ വേഗം പോകണം. അപ്പോൾ ഞങ്ങളുടെ കറക്കും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അർഷു പോയിട്ട് അർഷു ഇന്നെ ഞങ്ങളോട് ആക്കിയാണ്ട് ആൾ പോയി. അപ്പോൾ വീഡിയോ എത്രക്കുള്ള ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.